അസ്സലാമു അലൈക്കും. എൻ്റെ മനസ്സിലെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമസ്കാരം. ഹുദൈബിയ സന്ധിയിൽ അവിടെയുള്ള പ്രധാനപ്പെട്ട ആളുകൾക്ക് പോലും സംശയം തോന്നി, ഇതെന്തൊരു സന്ധി? ഒരു പാലം ഇട്ട് കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ടൊരു ദൂരവും അവിടുന്ന് ഇങ്ങോട്ടൊരു ദൂരവും അങ്ങനെ വരും. രണ്ടു തരം ദൂരം വരും. ഖുറൈശികളിൽ ആരെങ്കിലും ഇസ്ലാം സ്വീകരിക്കാൻ വന്നു കഴിഞ്ഞാൽ തിരിച്ചയക്കണം. എന്നാൽ മുസ്ലിങ്ങൾ ആരെങ്കിലും ഖുറൈശികളുടെ മതത്തിൽ ചേർന്നാൽ ആൾക്കാരുടെ മതം ഉണ്ടോ എന്ന് അറിയില്ല. മതത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ തിരിച്ചു വിളിക്കാൻ പാടില്ല. അത് പ്രത്യക്ഷത്തിൽ തന്നെ ഉള്ള ഒരു ഭേദമല്ലേ? വാസ്തവത്തിൽ സന്ധി അങ്ങനെയാണോ വേണ്ടത്? സന്ധി രണ്ടു കൂട്ടർക്കും കൂടിയിട്ടുള്ള ഗുണങ്ങൾ ചെയ്യുന്നതല്ലേ? അതല്ലേ വേണ്ടത്? പക്ഷെ ഇവിടെ പ്രവാചകനായിട്ട് അടിയിൽ ഒപ്പിട്ട് കൊടുത്തു, നീട്ടി വലിച്ച് ഒപ്പിട്ട് കൊടുത്തു. ശരി, അങ്ങനെയാകാം. എല്ലാവർക്കും സംശയമുണ്ടായി. പ്രവാചകൻ പറഞ്ഞ മറുപടി, ഇവിടുന്ന് ഒരാൾ അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ അയാളെ തിരിച്ചു വിളിക്കണോ? ഇസ്ലാമിനെ എനിക്കിഷ്ടമല്ല, ഇസ്ലാം ശരിയല്ല എന്നും പറഞ്ഞ ഖുറൈശികളുടെ ബഹുദേവത ആരാധന അവിടേക്ക് പോകുന്ന ഒരാളെ നമുക്കെന്തിനാണ് പിന്നെ? ഈ മതം ഉപേക്ഷിച്ചുകൊണ്ട് ഈ മതത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരാളെ നമ്മൾ എന്തിനാണ് ഇവിടേക്ക് തിരിച്ചു വിളിച്ചു കൊണ്ടുവരുന്നത്? എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട്. ഇസ്ലാമിൻ്റെ ശക്തി എണ്ണത്തിലാണോ അതോ ഇസ്ലാമിൻ്റെ ശക്തി ഗുണത്തിലാണോ? അനുയായികളുടെ ആ രീതിയിലാണ് സംസാരിച്ചത്. അവർക്ക് സംസാരിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി ഖുറൈശികളിൽ നിന്ന് ഒരാൾ ഇവിടെ വരികയാണെങ്കിൽ ഇന്നത്തെ സന്ധി പ്രകാരം അവരെ നമുക്ക് സ്വീകരിക്കാൻ വിഷമമുണ്ട്. കാരണം സന്ധി പ്രകാരം അവിടെ നിന്ന് ഒരാൾ വരുമ്പോൾ അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും സമ്മതിപത്രം വേണം. അതുണ്ടാകാൻ പോകുന്നില്ല. അവിടെയും സംശയം, ആ സംശയവും തീർത്തു. അങ്ങനെ ഇസ്ലാം ആശ്ലേഷിച്ച് നബി തിരുമേനിയുടെ സവിധത്തിൽ വരുന്ന ആളുകൾ ഇസ്ലാമിനെ ഖുറൈശികളുടെ ഭാഗത്ത് നിന്ന് ഇസ്ലാമിനെ ആശ്ലേഷിച്ച് നബി തിരുമേനിയുടെ പക്ഷത്ത് വരുന്ന ആളുകളെ ഇപ്പം പറഞ്ഞയച്ചാലും അവരെ നിരാകരിക്കാൻ അവർ നിർബന്ധിതരാണ് ഹുദൈബിയ സന്ധി പ്രകാരം. പക്ഷേ അവർക്ക് ഇന്നലെ നാളെ അള്ളാഹു, പരമകാരുണികനായിട്ടുള്ള അള്ളാഹു, സർവശക്തനായിട്ടുള്ള അള്ളാഹു അവർക്കൊരു വഴി തുറന്നു കൊടുക്കാതിരിക്കില്ല. ബാക്കി തുറന്നുള്ള സംഭവങ്ങൾ എന്താ ഉണ്ടായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. തുറന്നുണ്ടായ സംഭവങ്ങൾ നബി തിരുമേനിയുടെ ഈ അഭിപ്രായം പൂർണ്ണമായിട്ടും ശരിയാണെന്ന് തെളിയിച്ചല്ലോ. ഇന്ന് ഖുറൈശികളുണ്ട് സൗദി അറേബ്യയിൽ, അവിടെ ഇവിടെയായിട്ട് 1, 2, 3, 10, 20, 100, 150 എന്ന് എണ്ണാനുള്ള ആൾക്കാരില്ലെന്നുള്ളതല്ല. പക്ഷെ അവരും പണ്ടത്തെ രീതിയിലുള്ള ജാഹിലിയ കാലഘട്ടത്തിലെ ഖുറൈശികളൊന്നും ആവില്ല. ഏതായാലും അറേബ്യൻ ഉപദ്വീപ് ഭൂരിപക്ഷം എന്നല്ല മുഴുവൻ എന്ന് പറയാം, അവസാനം എന്തായി മാറി? നബി തിരുമേനി ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അവരെല്ലാവരും ഇസ്ലാമിനെ സ്വീകരിച്ചു. അദ്ദേഹത്തിന് അനുചരന്മാർ പോലും അവർ കരുതിയതിനേക്കാൾ വേഗത്തിൽ, വളരെ വേഗത്തിൽ വലിയ നേട്ടങ്ങൾ ഈ ഹുദൈബിയ സന്ധിയിൽ നിന്ന് മുസ്ലിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. 2 മാസത്തിനകം വിദേശ രാഷ്ട്ര തലവന്മാരെ മുഴുവൻ ഈ വിവരം അറിയിച്ചു. 2 മാസം. ഹുദൈബിയ സന്ധി കഴിഞ്ഞതിന് ശേഷം 2 മാസത്തിനകം വിദേശ രാഷ്ട്ര തലവന്മാരെ, അവിടെയുള്ള ചക്രവർത്തിമാരെ, അവരേക്ക് ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള സന്ദേശങ്ങൾ അയക്കാൻ ഈ ഉടമ്പടി അതിന് കളമൊരുക്കി. അങ്ങനെ ഒരു സന്ദേശം അയക്കുമ്പോൾ എന്താണ് ഇസ്ലാം, എങ്ങനെയാണ് ഇസ്ലാം, ആർക്ക് വേണ്ടിയാണ് ഇസ്ലാം, എവിടെ നിന്നാണ് ഇസ്ലാം, എവിടേക്ക് വേണ്ടിയാണ് ഇസ്ലാം, അത്തരം കാര്യങ്ങൾ പറയാതെ ഞങ്ങളിവിടെ ഒരു മതം ഉണ്ടാക്കിയിട്ട് നിങ്ങളേക്ക് വരുന്നോ എന്ന് ചോദിച്ചിട്ട് ഒരു ലേഖനം കൊടുത്തയക്കാൻ കഴിയില്ലല്ലോ. ആയതുകൊണ്ട് തന്നെ ഉറപ്പും തെറുപ്പുമുള്ള, അടക്കവും ഒതുക്കവുമുള്ള, ക്രമത്തിന് ഹിതമായിരിക്കുന്ന ഒരു സംഭവമാണ് ഇസ്ലാം എന്നവരെ ബോധിപ്പിക്കാൻ കഴിഞ്ഞു. അവർക്കെല്ലാവർക്കും സന്ദേശങ്ങൾ ആ രീതിയിലാണ്
അനുയായികൾ കരുതിയതിനേക്കാൾ വേഗത്തിൽ ദ്രുതഗതിയിൽ നബി തിരുമേനിയുടെ അഭിപ്രായം ശരിയാണെന്നാണ് പിന്നീടുള്ള സംഭവങ്ങളൊക്കെ തെളിയിച്ചത്. മക്കയിൽ നിന്ന് അബൂബസ്വീർ അങ്ങനെ ഒരാൾ ഇസ്ലാം ആശ്ലേഷിച്ച് മദീനയിലെത്തി. പക്ഷെ രക്ഷകർത്താവിൻ്റെ അനുമതി പത്രം, ഞങ്ങൾക്കിതിൽ വിസമ്മതമില്ല എന്ന് പറയുന്ന പത്രം, അതും കൊണ്ടല്ല അദ്ദേഹം വന്നത്. ഹുദൈബിയ സന്ധി പ്രകാരം അദ്ദേഹത്തെ തിരിച്ചയക്കേണ്ടത് അനിവാര്യമായിരുന്നു. അതാണ് മര്യാദ. അസ്കർ ബിൻ ഔഫും അഖ്നസ് ബിൻ ഷരീഖും അബൂബസ്വീറിനെ തിരിച്ചയക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കത്തുകൾ എഴുതി. ആമീർ വംശത്തിലെ ഒരാൾ വശമാണ് അവരെ കത്ത് കൊടുത്തയച്ചത്. ആമീർ വംശക്കാരനായ ഒരാളുടെ ഒപ്പം ആമീർ കുടുംബത്തിനൊരു അടിമയും അയാളുടെ ഒപ്പം ഉണ്ടായിരുന്നു. 2 പേരാണ് ഇവിടെ വന്നത്. പ്രവാചകൻ അബൂബസ്വീറിനോട് പറഞ്ഞു, താങ്കൾക്കറിയാവുന്നതുപോലെ താങ്കളിപ്പോൾ ഇസ്ലാം ആശ്ലേഷിച്ചിരിക്കുകയാണ് മനസ്സുകൊണ്ട്. താങ്കൾക്കറിയാവുന്ന പോലെ ഖുറൈശികളുമായിട്ട് ഞങ്ങളൊരു സന്ധിയിൽ ഒരു ഉടമ്പടിയുണ്ട് ഞങ്ങൾ തമ്മിൽ. അത് പ്രകാരം നമ്മുടെ മതമനുസരിച്ച് കരാർ ലംഘനവും ഇസ്ലാമിലെ കരാർ ലംഘനമില്ല. പറഞ്ഞാൽ പറഞ്ഞതാണ് ആ വാക്ക്. ആയതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ സംബന്ധിച്ച് കരാർ ലംഘനം, വഞ്ചന, അത് നടത്തുന്നത് ശരിയല്ല. ആരും അറിയാതെ പോലും നടത്തുന്നത് ശരിയല്ല. കാരണം എന്താണ്? ഈ കാണുന്ന ലോകത്തിൽപ്പെട്ട ആളുകൾ മാത്രമേ കാണാതിരിക്കുന്നുള്ളൂ. എല്ലാം കാണാൻ ഒരുവനുണ്ട് എന്നുള്ള ഉറപ്പ് അവർക്കുണ്ട്. ആയതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള വഞ്ചനയ്ക്കും കരാർ ലംഘനത്തിനും ഞങ്ങൾക്ക് തയ്യാറാവാൻ കഴിയില്ല. താങ്കൾക്കും അതുപോലെ തന്നെ താങ്കളോടൊപ്പമുള്ള മർദ്ദിത ജനങ്ങൾക്ക് അവർക്ക് തീർച്ചയായിട്ടും അള്ളാഹു ഒരു വഴി തുറന്നു തരും. കാത്തിരിക്കുക. സമയമാകുമ്പോൾ നിങ്ങളുടെ വഴി നിങ്ങളുടെ മുമ്പിൽ മലർക്കെ തുറക്കും. അതിനാൽ അബൂബസ്വീറെ, താങ്കൾ ദയവ് ചെയ്ത് സ്വന്തം ജനതയിലേക്ക് തിരിച്ചു പോകുക. അബൂബസ്വീറിന് അത് വലിയ സങ്കടമായി. അദ്ദേഹം പ്രതികരിച്ചു, അള്ളാഹുവിൻ്റെ തിരുദൂതരാണ് എന്നത്. അള്ളാഹുവിൻ്റെ തിരുദൂതരെ, ഞാൻ സ്വീകരിച്ച മതത്തിൻ്റെ പേരിൽ മർദ്ദിക്കാൻ ഈ ബഹുദേവത ആരാധകർക്ക് എന്നെ വിട്ടുകൊടുക്കുകയാണോ? അവരെന്നെ കൊന്നുകളയും, അവരില്ലാതാക്കും. എന്തിനു വേണ്ടി? ഞാൻ ഇസ്ലാമിനെ സ്വീകരിച്ചതിൻ്റെ പേരിൽ. അങ്ങയുടെ സവിധത്തിൽ വന്ന് അങ്ങയുടെ മുമ്പിൽ പരിപൂർണമായിട്ടും അങ്ങേക്ക് സമർപ്പിക്കുക, ഇസ്ലാമിന് സമർപ്പിക്കുക, അള്ളാഹുവിന് സമർപ്പിക്കുക. അതിൻ്റെ പേരിലാണ് ഞാൻ അവരുടെ മർദ്ദനം ഏറ്റുവാങ്ങാൻ പോകുന്നത്. അങ്ങ് എന്നെ വിട്ടുകളഞ്ഞാൽ അവരുടെ മർദ്ദനം ഞാൻ ഏറ്റുവാങ്ങും. അങ്ങനെ ഒരു കാര്യത്തിനാണോ അങ്ങ് പുറപ്പെടുന്നത്? തിരുമേനി അപ്പോഴും തൻ്റെ വാക്കുകൾ ആവർത്തിച്ചു, അബൂബസ്വീറെ, ഇന്നത്തെ സാഹചര്യത്തിൽ നിന്നെ ഇവിടെ എടുക്കാൻ കഴിയില്ല. അതെടുക്കുന്നത് വലിയൊരു തെറ്റാണ്. ഞാൻ മനസ്സുകൊണ്ട് നിന്നെ സ്വീകരിക്കാം, പക്ഷേ ശരീരം കൊണ്ട് നിന്നെ സ്വീകരിക്കാൻ കഴിയില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത്രയും കാലം കാത്തിരുന്ന ഇങ്ങനൊരു സന്ധി പ്രക്രിയ അത് വീണ്ടും ഒന്നുമല്ലാതായി പോകും. ആയതുകൊണ്ട് നീ നിന്റെ സ്വന്തം ജനങ്ങളുടെ ഇടയിലേക്ക് നീ തിരിച്ചു പോവുക. തിരുമേനി അതും ആ വാക്കുകളാണ് വീണ്ടും ആവർത്തിച്ചത്. അബൂബസ്വീർ ഖുറൈശികളുടെ ദൂതരോടൊപ്പം തിരിച്ചുപോയി. ആമീർ ഗോത്രത്തിൽപ്പെട്ട ഒരാളും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന ഒരു അടിമയും അവരോടൊപ്പം അവർ 3 പേരും കൂടി തിരിച്ചുപോയി. അങ്ങനെ തിരിച്ചുപോയിട്ട് അവർ ദിൽ ഹുലൈഫ അവിടെ എത്തിയ സമയത്ത് അബൂബസ്വീർ അവിടെ നിന്നു. ആമീർ ഗോത്രക്കാരനോട് പറഞ്ഞു, നിന്റെ വാൾ എവിടെയാണ്, ഒന്ന് കാണിക്ക് എന്ന് പറഞ്ഞു. അയാളുടെ വാള് പുറത്തേക്ക് എടുക്കേണ്ട താമസം. അബൂബസ്വീർ അയാളെ ലോകത്തു നിന്ന് യാത്രയാക്കി. ഇത് കണ്ട് ഭയപ്പെട്ട അടിമ ഓടി മദീനയിലെത്തി. അയാളുടെ മുഖത്ത് ഭയമുണ്ടായിരുന്നു. ആ അടിമയോട് ചോദിച്ചു, എന്താ നിനക്ക് പറ്റിയത്? പ്രവാചകൻ അദ്ദേഹത്തോട് ചോദിച്ചു. അടിമയോട് ചോദിച്ചു, എൻ്റെ അനുയായിയായിട്ടുള്ള അമീർ ഗോത്രക്കാരനെ, എൻ്റെ ഒപ്പം വന്ന അമീർ ഗോത്രക്കാരനെ നിങ്ങളുടെ അനുയായി അബൂബസ്വീർ വധിച്ചു കളഞ്ഞു. ഈ സംഭാഷണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അബൂബസ്വീർ അവിടെ എത്തി. വാൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അബൂബസ്വീർ രംഗത്തെത്തിയത്. അദ്ദേഹം പ്രവാചകന്റെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ ദൂതരെ, അങ്ങയുടെ ബാധ്യത ഞാൻ പൂർത്തീകരിച്ചു കഴിഞ്ഞു. കരാർ പ്രകാരം എന്നെ അങ്ങ് തിരിച്ചയച്ചിട്ടുണ്ടല്ലോ.
പക്ഷെ ഖുറൈശികളുടെ മർദ്ദനം സഹിക്കാനോ ഈ സത്യമതം ഇസ്ലാം കൈവടിയാനോ എനിക്ക് കഴിയില്ല. ഞാനത് ചെയ്യില്ല, ഞാനത് ആഗ്രഹിക്കുന്നില്ല. സ്വയം പ്രതിരോധിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഞാൻ. അങ്ങനെ സ്വീകരിച്ചില്ലെങ്കിലും സ്വയം പ്രതിരോധിക്കാൻ സ്വീകരിച്ചിരിക്കുകയാണ് ഞാൻ. അബൂബസീറിൻ്റെ ഈ പ്രവൃത്തി, അതിനകത്ത് നബി തിരുമേനി അദ്ദേഹത്തിനുണ്ടായ മതിപ്പ് മറച്ചു വച്ചില്ല. താങ്കളുടെ ഒപ്പം തങ്ങളെപ്പോലെ ഇനിയും ഒരുപാട് ആളുകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് ചെയ്തത്. അബൂബസീർ അവിടെ നിന്ന് ഈസ് എന്ന സ്ഥലത്തേക്ക് എത്തി. സിറിയയിലുള്ള ഖുറൈശികളുടെ യാത്രാമാർഗത്തിൽ സ്ഥിതി ചെയ്യുന്നൊരു തീരമായിരുന്നു അത്, തീരദേശമായിരുന്നു. ഈ വ്യാപാര മാർഗം അന്യോന്യം തടസ്സപ്പെടുത്തരുത് എന്ന് ഹുദൈബിയ സന്ധിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അബൂബസീർ ഇവിടെ എത്തിയ വിവരം മക്കയിലുള്ള മുസ്ലിങ്ങൾ അറിഞ്ഞു. പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയെ അഭിനന്ദിച്ചതും അവരറിഞ്ഞു. അതോടുകൂടി 70ഓളം മുസ്ലിങ്ങൾ മക്കയിൽ നിന്ന് ഓടിപ്പോയി, ഈ സ്ഥലത്തേക്ക് ഓടിപ്പോയി. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അവർ ഖുറൈശികളെ മാർഗതടസ്സം ചെയ്തു. ആ വഴിക്ക് കടന്നുപോയി ഒരൊറ്റ ഖുറൈശിയെയും അവർ വെറുതെ വിട്ടില്ല. എല്ലാവരെയും അവർ നേരെ മേലോട്ട് അയച്ചു, കാലപുരിക്ക് അയച്ചു. ഖുറൈശികളുടെ സാർത്ഥവാഹക സംഘങ്ങളെ അവർ കൃത്യമായിട്ട് ആക്രമിച്ചു. അതോടുകൂടിയിട്ട് മുസ്ലിങ്ങളെ വാശി പിടിച്ച് മക്കയിൽ തടഞ്ഞു നിർത്തുന്നതിൽ ഒരർത്ഥവുമില്ല. അത് തങ്ങൾക്ക് ഏറ്റവും ഒരു വിനയായിരിക്കുകയാണെന്ന് ഖുറൈശികൾ മനസ്സിലാക്കി തുടങ്ങി. സത്യസന്ധനായിട്ടൊരു വിശ്വാസിയെ തടഞ്ഞു വെക്കാൻ കഴിയില്ല. ഒഴുകി വരുന്നൊരു നദിയെ തടഞ്ഞു നിർത്താൻ കഴിയില്ല. അല്പനേരം തടഞ്ഞു നിർത്തിയാലും ആ തടഞ്ഞു നിർത്തുന്നവൻ്റെ തടസ്സത്തെ ഉല്ലംഘിച്ചുകൊണ്ട് അത് മുന്നോട്ട് ഒഴുകുക തന്നെ ചെയ്യും. ആയതുകൊണ്ട് തന്നെ സത്യവിശ്വാസിയായിട്ടുള്ള, സത്യസന്ധനായിട്ടുള്ള, ആത്മാർത്ഥതയുള്ള, ആത്മവിശ്വാസമുള്ള ഒരു വിശ്വാസിയെ തടഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുന്നത് അയാളെ വിട്ടയക്കുന്നതിനേക്കാൾ വിനാശകരമാണ് എന്ന് ഖുറൈശികൾക്ക് ബോധ്യപ്പെട്ടു. അവസാനം തലയ്ക്കകത്ത് വെളിച്ചം വന്നു. അത്തരം വ്യക്തി കിട്ടുന്ന ആദ്യത്തെ അവസരത്തിൽ, കാരണം മനസ്സിൽ മുഴുവൻ ഇസ്ലാമാണ്, പക്ഷേ ചില സാഹചര്യങ്ങൾ കൊണ്ട് അവർ മക്കയിൽ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് കിട്ടുന്ന ആദ്യത്തെ അവസരം അവർ വിനിയോഗിക്കും, അവർ ഓടി രക്ഷപ്പെടും. ഹുദൈബിയ കരാറിൻ്റെ പരിധിയിൽ വരാതിരിക്കാൻ മുഹമ്മദിൻ്റെ അടുക്കൽ പോകുന്നതിന് പകരം തങ്ങൾക്കെതിരെ വേറൊരു ഭാഗത്ത് മാറി നിന്നോട്ട് തങ്ങൾക്കെതിരെ ആക്രമണങ്ങൾ അടിച്ചു വിടുകയാണ് അവർ ചെയ്തത്. അതാവട്ടെ തങ്ങൾക്ക് നഷ്ടമില്ലാതെ ഒരു ലാഭവും ഉണ്ടാക്കി വയ്ക്കാൻ പോകുന്നില്ല. കച്ചവടം വീണ്ടും നഷ്ടപ്പെടുന്നു. ഈ സന്ധിയിലൂടെ നബി തിരുമേനിയുടെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാവില്ല, നബി തിരുമേനി തടയാൻ പോകുന്നില്ല. പക്ഷേ ഇങ്ങനൊരു ഗതികേട് വീണ്ടും വന്നു ഭവിച്ചിരിക്കുകയാണ്. മദീനയിലേക്ക് പലായനം ചെയ്ത മുഹമ്മദ് തങ്ങളുടെ സാർത്ഥവാഹ സംഘങ്ങളെ ആക്രമിച്ച സംഭവം അവർ ഓർത്തു. ആ കഥ കഴിഞ്ഞു, ഇനി ആ കഥയ്ക്ക് പ്രാധാന്യമില്ല. അബൂബസീർ എന്താ ചെയ്യുന്നത്? ഇതേ പ്രവർത്തനം അബൂബസീർ സംഘവും ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അവർ പ്രവാചക സന്നിധിയിലേക്ക് ദൂതന്മാരെ നിയോഗിച്ചു. അവസാനം മക്കയിലെ മുസ്ലിങ്ങളെ അഭയം നൽകി സ്വീകരിക്കുകയും തങ്ങളുടെ വ്യാപാര മാർഗത്തിലെ ഭീഷണി ഒഴിവാക്കുകയും ചെയ്യാൻ രക്തബന്ധത്തിൻ്റെ പേരിൽ, അല്ലയോ മുഹമ്മദ്, അങ്ങും ഞങ്ങളുടെ രക്തമല്ലേ, അങ്ങും ഖുറൈശിയല്ലേ, ആയതുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കണം. അവർ പ്രവാചകനോട് അഭ്യർത്ഥിച്ചു. ആര്? ഖുറൈശികൾ അഭ്യർത്ഥിച്ചു. നബി തിരുമേനിയുടെ അടുക്കലേക്ക് വരുന്നവരെ ഖുറൈശികളിലേക്ക് തന്നെ തിരിച്ചയക്കണമെന്ന അംർ ബിൻ സുഹൈലിൻ്റെ ആ നിബന്ധന, അതിൽ നിന്ന് ഖുറൈശികൾ തന്നെത്താൻ ഇറങ്ങി വന്നു. അള്ളാഹുവിന് സ്തുതി, അൽഹംദുലില്ലാ. അതോടെ ഉമർ ബിൻ ഖത്താബിൻ്റെ വിമർശനത്തിന് പാത്രമായ സംഗതി, അതുപോലെ അബൂബക്കറിനോട് അദ്ദേഹം ക്രുദ്ധനായി സംസാരിക്കാൻ ഇടയാക്കുകയും ചെയ്ത സംഗതി, അതെന്തായിരുന്നു? ഹുദൈബിയ കരാറിലെ വകുപ്പ്. അതായത് മുസ്ലിങ്ങൾ ഖുറൈശികളിലേക്ക് പോവുകയാണെങ്കിൽ മിണ്ടരുത്,
ഖുറൈശികൾ മുസ്ലിങ്ങൾക്ക് വരികയാണെങ്കിലോ അവർ തിരിച്ചയക്കും. ഇങ്ങനെ അന്തസ്സില്ലാത്ത രീതിയിലുള്ളൊരു സന്ധി എഴുതി തീർക്കുകയും അന്നത്തെ സാഹചര്യത്തിൽ പ്രവാചകൻ അത് തുല്യം ചാർത്തി നൽകുകയും ചെയ്തതിനെക്കുറിച്ചുള്ള സങ്കടം വിമർശനം ഉണ്ടായിരുന്നു. ഉമർ ഖത്താബാണ് വിമർശിച്ചത്. അബൂബക്കറിനോട് അദ്ദേഹം ക്രുദ്ധനായിട്ട് സംസാരിച്ചു. ഏതായാലും ആ വകുപ്പ് റദ്ദായി. അല്ലയോ മുഹമ്മദേ, ഖുറൈശികൾ പറയുകയാണ്, രക്തബന്ധമുണ്ട് നമുക്ക് തമ്മിൽ. ഇവിടെ നിന്ന് ആരെങ്കിലും ഇസ്ലാം ആവാൻ വേണ്ടി അവിടേക്ക് വന്നാൽ സ്വീകരിച്ചു കൊള്ളുക, അവരെ കൈവിടരുത്. അവരെ കൈവിട്ടാൽ വീണ്ടും ഞങ്ങൾ പട്ടിണിയാകും. കാരണം എന്താണ്? ഷാമിലേക്കുള്ള മാർഗം അങ്ങ് പണ്ട് തടഞ്ഞ പോലെ ഇനി അവർ തടയും. ആയതുകൊണ്ട് തന്നെ ആ സന്ധിയിലുള്ള ആ വകുപ്പ് എടുത്തവർ മാറ്റി. നബി തിരുമേനി മക്കയിലെ തൻ്റെ അനുയായികളെ മുഴുവൻ മദീനയിലേക്ക് ക്ഷണിച്ച്, എല്ലാവരെയും ക്ഷണിച്ച് അവർക്കവിടെ അഭയമരുളി. അവർക്ക് ആഹാരം, വസ്ത്രം, പാർപ്പിടം എല്ലാം നൽകി. സിറിയയിലേക്കുള്ള യാത്രാമാർഗം ഇതോടുകൂടി പാവം ഖുറൈശികൾക്ക് സുഗമമായി തുറന്നു കിട്ടി. ഒരു ഭീതിയും കൂടാതെ അവർക്ക് അവരുടെ കച്ചവടം നടത്താനും കഴിയും. അൽഹംദുലില്ലാഹ്.